നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്ന ടോപ്പിക്ക് മെഡിക്കൽ മൈക്കോളജിയാണ്. ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ എസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. കൂടുതലും ഷോർട്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സും ആൻസർ ബ്രീഫ്ലി ഈ രണ്ട് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കോസിസ്, ഡെർമാറ്റോഫൈറ്റോസിസ്, കൻഡിഡിയാസിസ് അല്ലെങ്കിൽ കാൻഡിഡ ആൽബിക്കൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് 5 മാർക്സിന് ചോദിക്കുന്നത്. പിന്നെ 2 മാർക്സിന് ചോദിക്കാറുള്ളത് ഡൈമോർഫിക് ഫംഗൈ, ജേം ടെസ്റ്റ് ട്യൂബ്, ലിസ്റ്റ് ഓപ്പർച്യൂണിറ്റിക് ഫംഗൽ ഇൻഫെക്ഷൻസ്, ലിസ്റ്റ് ഡൈമോർഫിക് ഫംഗസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ കാണാം. ഫസ്റ്റ് മെഡിക്കൽ മൈക്കോളജി എന്നാണ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര്. മൈക്കോളജി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതല്ല, ഇറ്റ് ഇസ് ദി സ്റ്റഡി ഓഫ് ഫംഗസ്. സോ മെഡിക്കൽ മൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി സ്റ്റഡി ഓഫ് ദോസ് ഫംഗസ് വിച്ച് കോസസ് ഡിസീസ് ഇൻ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യന്മാരിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ഫംഗസിനെ കുറിച്ച് പഠിക്കുന്ന പഠന ഭാഗമാണ് മെഡിക്കൽ മൈക്കോളജി എന്ന് പറയുന്നത്. യൂഷ്വലി ഫംഗസ് ഇസ് എ സെൽ വിച്ച് ഇസ് യൂകാരിയോട്ടിക്, അല്ലെങ്കിൽ അതൊരു ട്രൂ സെല്ലാണ്. ഒരു ഫോൾസ് പ്രോകാരിയോട്ടിക് സെൽ അല്ല, ഇറ്റ് ഇസ് എ ട്രൂ സെൽ വിച്ച് ഇസ് ഹാവിങ് എ true nucleus and cell organelles in its cytoplasm, and it is non-motile. Non-motile എന്ന് വെച്ചാൽ സ്വയം എന്താ പറയുക മൂവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോക്കോമോട്ടീവ് ഓർഗൻ അതിലില്ല. ഫ്ലജെല്ലം, സീലിയ പോലുള്ള ഒരു ലോക്കോമോട്ടീവ് ഓർഗൻ അതിന് ഇല്ല. ഇറ്റ് ഈസ് എ നോൺ-മോട്ടൈൽ യൂകാരിയോട്ടിക് സെൽ. യൂകാരിയോട്ടിക് എനിക്ക് അറിയാവുന്ന പോലെ ഇറ്റ് ഈസ് എ ട്രൂ സെൽ. അടുത്തത് ഇതിൻ്റെ ഒരു ഫംഗസിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, പൊതുവെ ബാക്ടീരിയാസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ മൈക്രോ ഓർഗാനിസംസിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഫംഗസിനെ നമ്മുടെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. അതിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ബട്ട് മറ്റുള്ള ബ്രാഞ്ചസ് പോലെ വൈറോളജി അല്ലെങ്കിൽ ബാക്ടീരിയോളജി പോലെ അത്ര ഡെവലപ്പ് അല്ല മൈക്കോളജി സ്റ്റഡി. കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ് ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ലൈഫ് ത്രെട്ടനിങ്. ഒക്കേഷണലി ലൈഫ് ത്രെട്ടനിങ് ആവാം, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ലൈഫ് ത്രെട്ടനിങ് ആവാം. ബട്ട് മെജോറിറ്റി ഓഫ് ദി കേസസ് ആർ നോട്ട് ലൈഫ് ത്രെട്ടനിങ്. ഒരു വലിയ എക്സ്റ്റെൻസീവ് സ്റ്റഡി മൈക്കോളജിയിൽ നടന്നിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ഗ്രാഹ്യമുണ്ട്, അത് അഡ്വാൻസ്ഡ് ആണ്. എന്നാലും റാപ്പിഡ് അഡ്വാൻസ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും നടക്കാറില്ല. ഇനി വേറൊരു ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക്, ഇനിഷ്യലി പ്ലാന്റ് കിങ്ഡത്തിന്റെ കീഴിലായിരുന്നു ബാക്ടീരിയാസിനെയും ഫംഗസിനെയും കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പ്ലാന്റ് കിങ്ഡം നമുക്കറിയാം, അതിന് ഒരു കൈൻഡ് ഓഫ് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് പ്ലാന്റ് കിങ്ഡത്തിന്റെ കീഴിലായിരുന്നു ഫംഗസിനെയും ബാക്ടീരിയാസിനെയും കണ്ടെത്തിയിരുന്നത്. ബട്ട് പിന്നീട് ബാക്ടീരിയാസിനെ അതിന് വേറൊരു ഡിഫറെൻറ്റ് ഫൈലത്തിലോട്ട് മാറ്റി, വേറൊരു കാറ്റഗറിയിലോട്ട് മാറ്റി. ബട്ട് ഫംഗൈ വീണ്ടും ആനിമൽ കിങ്ഡത്തിൽ തന്നെയായിരുന്നു അങ്ങനെ കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ സെൽ വാൾ, ഇറ്റ് ഹാസ് എ ട്രൂ ന്യൂക്ലിയസ്, ആൻഡ് ഇറ്റ് ഹാസ് ഓൾ ദി സർക്കിൾ ഓഫ് ദ സെൽ ഓർഗനൈസ്, ട്രൂ സെൽ ഓർഗനൈസ്. അപ്പോൾ ആ കുറേ ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് അവരിങ്ങനെ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ അണ്ടറിൽ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ലേറ്റർ they changed this into അതിനൊരു സ്പെഷ്യൽ ഒരു ഫൈലം തന്നെ ക്രിയേറ്റ് ചെയ്തു. ഫൈലം താലോഫൈറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫൈലം താലോഫൈറ്റയിൽ there are 2 kinds of organisms. One is algae and the other is fungi. അതിൽ algae is something which is having chlorophyll, but fungi is something which is achlorophyll. അതായത് ക്ലോറോഫിൽ അംശം ഇല്ലായിട്ടാണ്. അപ്പോൾ അത് 2 കാറ്റഗറീസ് ഓഫ് ഇതാണ് താലോഫൈറ്റിലുള്ളത്.
അപ്പോൾ ആൽഗെ എന്ന് പറയുന്നത് ക്ലോറോഫിൽ ഒന്നുകൊണ്ട് അതിന് ഈ കോൾഡ് ആസ് ഓട്ടോട്രോഫിക്, അല്ലെങ്കിൽ അതിൻ്റെ ആഹാരം അതിന് എന്താ പറയുക സിന്തസൈസ് ചെയ്യാൻ പറ്റും വിത്ത് ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ. അതുകൊണ്ടാണ് അതിന് ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഫംഗസിന് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പാരസൈറ്റിക് മൈക്രോ ഓർഗാനിസം. Due to the absence of chlorophyll, you call it as heterotrophic, which means it has to synthesize food from somebody else, അല്ലെങ്കിൽ വേറൊരു പാരസൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡീക്കേയിങ് ഓർഗാനിസത്തിൽ നിന്നും മാത്രമേ ഇത് കാർബൺ യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ ഫുഡ് മോളിക്യൂൾസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഫംഗ ഇസ് മൈക്രോ ഓർഗാനിസം വിച്ച് ഇസ് കമ്മിങ് under phylum Thallophyta. And it is having saprophytic and parasitic nature. Saprophytic nature എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് it can live on decaying materials, like waste materials, അല്ലെങ്കിൽ dead tissues, dead plants. It is a kind of അതൊരു എന്താ പറയുക എൻവയൺമെന്റിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. റീസൺ എന്ന് പറയുന്നത് റീസൈക്കിൾ ചെയ്യുക, അതായത് നേച്ചറിനെ റീസൈക്കിൾ ചെയ്യാൻ സഹായിക്കുന്നത്. ഒരു ഡെഡ് മെറ്റീരിയലിനെ അതായത് ഡീക്കേ ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് സോയിലിലേക്ക് അലിയിച്ച് ചേർത്തിട്ട് വീണ്ടും അതിനെ ഒരു മോളിക്കുലർ സൈക്കിൾ വഴി വീണ്ടും അതൊരു എന്താ പറയുക ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്. ആ ഒരു സൈക്കിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വൈറ്റൽ ഓർഗാനിസമാണ് ഫംഗ. പാരസൈറ്റിക് നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഓൾസോ ക്യാൻ ലിവ് ഇൻ അനദർ ലിവിങ് ടിഷ്യൂസ് ഓർ അനദർ ലിവിങ് ഹോസ്റ്റ്. അപ്പോൾ അത് പാരസൈറ്റിക് നേച്ചറാണ്. അടുത്തത് അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ദേ ആർ യൂകാരിയോട്ടിക്. യൂകാരിയോട്ടിക് ഇറ്റ് ഇസ് ആക്ച്വലി ടു പ്രോട്ടോപ്ലാസം ആൻഡ് ടു സൈറ്റോപ്ലാസം. ഇറ്റ് ഇസ് ഒബ്ലിഗേറ്റീവ് ഓർ ഫാക്കൽറ്റേറ്റീവ് ഇൻ നേച്ചർ. അതായത് ഒബ്ലിഗേറ്റീവ് പാരസൈറ്റിക് നേച്ചറും കാണിക്കും, ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റിക് നേച്ചറും കാണിക്കും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒബ്ലിഗേറ്റീവ് പാരസൈറ്റിക് നേച്ചർ എന്ന് പറയുന്ന ആ ടേം ഒബ്ലിഗേറ്റീവ് വെച്ചാൽ ഇറ്റ് മസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം വിച്ച് മീൻസ് അതിന് അതിൻ്റെ പാരസൈറ്റിക് നേച്ചർ കാണിക്കണമെങ്കിൽ ഇറ്റ് ഹാസ്, അല്ലെങ്കിൽ അതിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് ടു റീപ്രൊഡ്യൂസ് അതിന് വേറൊരു ഹോസ്റ്റ് സെല്ലിൽ മാത്രമേ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ആ പാരസൈറ്റിക് നേച്ചർ ട്രൂലി എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ അത് എന്താ പറയുക ആ ഹോസ്റ്റിൽ തന്നെ സർവൈവ് ചെയ്യണം. അതിനെയാണ് ഒബ്ലിഗേറ്റീവ് എന്ന് പറയുന്നത്. ഫാക്കൽറ്റേറ്റീവ് വെച്ചാൽ അതിന് വേണമെങ്കിൽ സാപ്രോഫൈറ്റിക് നേച്ചറിലൂടെയും സർവൈവ് ചെയ്യാം. ഔട്ട്സൈഡ് ദി ഹോസ്റ്റ് സെല്ലിൽ സർവൈവ് ചെയ്യാം, റീപ്രൊഡ്യൂസ് ചെയ്യാം. അതിനാണ് ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഹെട്രോട്രോഫിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വയം മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ബട്ട് ഫ്രം ഡീക്കേയിങ് മെറ്റീരിയൽസിലാണ്, അല്ലെങ്കിൽ ഫ്രം പാരസൈറ്റിക് സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം. പാരസൈറ്റിൻ്റെ സൈറ്റോപ്ലാസം പ്രോട്ടോപ്ലാസം മാത്രമേ പ്രോട്ടീൻസ് യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ ഫുഡാക്കി മാറ്റാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഓപ്പർച്യൂണിസ്റ്റിക്. അതായത് മെഡിക്കൽ മൈക്കോളജി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് കൂടുതലും ഇമ്മ്യൂൺ സപ്രസീവ് പേഷ്യൻസ് അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഹെൽത്ത് വളരെ മോശമായ വ്യക്തികളുടെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ മോശമായ വ്യക്തികളിലായിട്ട് ഇത് കൂടുതലും ഇൻഫെക്റ്റീവായിട്ട് കാണാൻ സാധ്യത, അതായത് അവർക്കാണ് ഇത് പിടിപെടാൻ സാധ്യത കൂടുതൽ. ഇറ്റ് സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ചൈറ്റിൻ, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ലൈക്ക് ചൈറ്റിൻ, ആൻഡ് സംടൈംസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് മാനൻ, എന്ന് പറയുന്നൊരു പോളിസാക്കറൈഡ്. പോളിസാക്കറിൻ്റെ പേരാണ് മാൻ. അപ്പോൾ സെൽ വാൾ ക്യാൻ ബി ഐദർ മെയ്ഡ് അപ്പ് ഓഫ് ചൈറ്റിൻ ഓർ മാൻ. അടുത്ത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ is made up of sterols, and last the cytoplasm consists of ribosomes, mitochondria and endoplasmic reticulum. അതായത് എല്ലാ സെൽ ഓർഗനൽസും അതിൻ്റെ സെൽ സൈറ്റോപ്ലാസത്തിൻ്റെ അകത്ത് കൂടാതെ മേച്ചായിട്ട് അതൊരു ട്രൂ സെല്ലാണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ. ഫംഗസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൽ നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് അക്കോർഡിംഗ് ടു ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഷേപ്പ്. രണ്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഇൻഫെക്ഷൻ, ലെയർ ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക്
based on morphological classification. So, based on morphological classification, we can classify fungus into two types. One is mold form, and second is yeast yeast form. One is mold form, and the other is yeast form. Yeast എന്ന് പറയുമ്പോഴത്തേക്ക് it is a kind of fungi which is having only a single cell. It is made up of single cell, അല്ലെങ്കിൽ it is a unicellular organism. അപ്പോൾ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഫംഗൽ ഫോംസിനെയാണ് നമ്മുടെ ഈസ്റ്റ് സെൽ അല്ലെങ്കിൽ ഈസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സാധാരണ ഇറ്റ് ഈസ് ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഒവോയിഡ് ഷേപ്പ്, മേ ബി ഈവൻ സ്ലൈറ്റ്ലി എലോങ്ങേറ്റഡ്. ഒരു സിംഗിൾ സെൽ ഓവൽ എലോങ്ങേറ്റഡ് ഓർ ഒവോയിഡ് ഷേപ്പ്, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ആൻഡ് യൂഷ്വലി ദേ റീപ്രൊഡ്യൂസ് ബൈ ദി സിംപ്ലസ്റ്റ് ടെക്നിക് ഓഫ് ബഡിങ്. സിമ്പിളായിട്ടുള്ള ബഡിങ് മെക്കാനിസം വഴിയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈസ്റ്റ് സെല്ല് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബഡിങ് മെക്കാനിസം. എൻ്റെ ഒരു എക്സാമ്പിൾ ഓഫ് ഈസ്റ്റ് സെല്ലേഴ്സ് ക്രിപ്റ്റോകോക്കസ് നിയോഫോമാക്സ്. അടുത്തത് മോൾഡ് ഫോം. മോൾഡ് ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ സെൽ, ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് മൾട്ടി സെല്ലുലാർ ഫംഗൈ. ഒരു മൾട്ടി സെല്ലുലാർ ഫംഗൽ ഫോമിനാണ് നമ്മൾ മോൾഡ് ഫംഗൈ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതിനു മുമ്പുള്ള ഹയർ സെക്കൻഡറി ലെവലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഫംഗയുടെ സ്ട്രക്ചർ. കോമൺ ആയിട്ട് എടുക്കുന്നത് അതിന് ഹൈഫേ എന്ന് പറയുന്നത് എന്താ പറയുക, ഫിലമെൻ്റസ് ഫോമാണ്. അപ്പം ഈ മോൾഡ് ഫോമിലെ ഈ ഫിലമെൻ്റസ് ഫോം ആകുമ്പോഴത്തേക്ക് ആ ഫിലമെൻ്റ് ഫോമിന് അല്ലെങ്കിൽ ആ ഫിലമെൻ്റ് നമ്മൾ ഹൈഫേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫിലമെൻ്റസ് ഇങ്ങനെ കോയിൽ ചെയ്ത് എന്താ പറയുക, ഒരു വെബ് ഫോമിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അതിന് മൈസീലിയം എന്ന് പറയും. ഈ മൈസീലിയത്തിലാണ് സ്പോർസും ഫംഗസിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും ഒക്കെ ഇരിക്കുന്നത്. അപ്പം മോൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് മൾട്ടി സെല്ലുലാർ ഫോം ഓഫ് ഫംഗസ് വേർ ദർ ഇസ് called as hyphae, and cluster of hyphae you called as mycelium. This kind of fungi they reproduce by spore formation. The hyphae they have spores attached to them, and അത് സ്പ്രെഡ് ചെയ്താണ്. അല്ലെങ്കിൽ അതിൽ ഫീമെയിൽസ് ആൻഡ് ജനറ്റൈൽ ഇതുണ്ട്. That is how they reproduce. അപ്പോൾ അതിന് you called as by tell that it reproduces by spore formation. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡെർമാറ്റോഫൈറ്റ്സ് എന്ന് പറയുന്നത് ക്ലാസ് ഫംഗയാണ് അതിൻ്റെ എക്സാമ്പിൾ. അടുത്തത് ഡയമോർഫിക് ഫംഗൈ. ഇതിൻ്റെ ഒരു മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ബട്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് there are some kind of fungi which can exist in two forms. ഈ നമ്മുടെ ഇപ്പം ഞാൻ മുകളിൽ പറഞ്ഞ രണ്ട് രീതിയിലും ചില ഫംഗസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് സിംഗിൾ സെല്ലിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അത് വേണമെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈസ്റ്റ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, ഫിലമെൻ്റസ് ഫോമായിട്ടും എക്സിസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഡയമോർഫിക് എന്ന് പറയുന്നത്. ഡൈ എന്ന് വെച്ചാൽ ടു, മോർഫിക് എന്ന് വെച്ചാൽ ടു കൈൻഡ് ഓഫ് ഫോംസ്, രണ്ട് ഫോമായിട്ട് അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം യൂഷ്വലി ഇപ്പം അതൊരു പാരസൈറ്റിക് നേച്ചറായിട്ട് അതൊരു എന്താ പറയുക, ഹോസ്റ്റ് സെല്ലിലാണെങ്കിൽ, മനുഷ്യൻ്റെ ശരീരത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ആണെങ്കിൽ, അപ്പോൾ സാധാരണ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നോർമൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പം ആ ഒരു ടെമ്പറേച്ചറിലാണ് ഇത് സർവൈവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദി ഫോം ഓഫ് ഈസ്റ്റ് ഫോം, 37 ഡിഗ്രി സെൽഷ്യസ്. ഈസ്റ്റിന് ഐഡിയലായിട്ടുള്ള ടെമ്പറേച്ചർ അറൗണ്ട് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ആ ഒരു ടെമ്പറേച്ചർ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടേക്ക് ദി ഷേപ്പ് ഓഫ് എ സിംഗിൾ സെൽ ആൻഡ് യു കോൾ ദാറ്റ് ആസ് ഈസ്റ്റ്. ഇനി നേരെ മറിച്ച് ഒരു സോയിലിൻ്റെ ടെമ്പറേച്ചർ, മണ്ണുകളിലും കാണുമല്ലോ ഫംഗസ്, അപ്പം ആ ഒരു ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുമ്പോൾ അത് ഫിലമെൻ്റസ് ഫോമിലായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഈ സിംഗിൾ ഓർഗാനിസം തന്നെയാണ് ഈ രണ്ട് ടെമ്പറേച്ചറിൽ മാറി എക്സിസ്റ്റ് ചെയ്യുന്നത്, ഷേപ്പ് മാറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈസ്റ്റായി മാറും, ഈസ്റ്റ് ഫോമായിട്ട് മാറും. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് മോൾഡ് ഫോമായിട്ട് മാറും. 22 to 25 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് അതായത്
എന്താ പറയുക ഫിലമെൻ്റസ് ഫോം ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ പറയുന്നതാണ് ഡയമോർഫിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡയമോർഫിക് ഫംഗൈ. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ സാധാരണ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസിഫൈ അല്ലെങ്കിൽ മെൻഷൻ 4 ഡൈമോർഫിക് ഫംഗൈ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 4 ഡൈമോർഫിക് ഫംഗസ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗൈ കാൻഡിഡ ആൽബിക്കൻസ്, എമോൻസിയ, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലാറ്റം, ബ്ലാസ്റ്റോമൈസസ്, ഡെർമാറ്റൈഡിസ്, ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്, ഡൈമോർഫിക് ഫംഗസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കാണാം. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗസ് ബേസ്ഡ് ഓൺ ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻസ്. ബേസ്ഡ് ഓൺ ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻസ്. നേരത്തെ നമ്മൾ കണ്ടത് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അടുത്തത് ബേസ്ഡ് ഓൺ ഇൻഫെക്ഷൻ, ഹൗ ഇറ്റ് ഇസ് ക്ലാസിഫൈഡ്. അപ്പോൾ ഫസ്റ്റ് you tell it as superficial infection, superficial or surface infection. അപ്പോൾ പൊതുവെ ഫംഗസ് തൊലിപ്പുറത്തും അല്ലെങ്കിൽ എന്താ പറയുക മ്യൂക്കൽ മെംബ്രെയിൻസിലേക്കാണ് സൂപ്പർഫിഷ്യലായിട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പുറമേ കാണുന്ന തൊലിയിലോ അല്ലെങ്കിൽ മുടിയിലോ നഖത്തിലോ ഒക്കെയാണ് സൂപ്പർഫിഷ്യലായിട്ട് അത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ തന്നെയാണ് കോമൺ ആയിട്ട് സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഉള്ളിലേക്ക് കടക്കാതെ സ്കിൻ ആൻഡ് ഇറ്റ്സ് അപ്പൻഡേജസ്, അതായത് അപ്പൻഡേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹെയർസ്, നെയിൽസ്, പിന്നെ അതുകൂടാതെ എക്സ്ട്രാ മ്യൂക്കസ് മെംബ്രെയിൻസ് ലൈക്ക് ഓറൽ ക്യാവിറ്റിയോ അങ്ങനെയുള്ള ആ സൂപ്പർഫിഷ്യൽ രീതിയിൽ ഇൻഫെക്റ്റ് ചെയ്യുന്നതിനെയാണ് സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡെർമാറ്റോഫൈറ്റോസിസ്. Dermatophytosis is a kind of superficial fungal infection. അടുത്തത് subcutaneous infection. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കുറച്ചുകൂടെ ഡീപ്പറായിട്ട്, അതായത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂയിലേക്കോ അല്ലെങ്കിൽ ഈവൻ ടു ബോൺസ്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് അല്ലെങ്കിൽ ബോൺസിലേക്കോ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷനാണ് നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്പോറോട്രൈക്കോസിസ്. ഇനി ഇപ്പോൾ സൂപ്പർഫിഷ്യൽ കണ്ടു, സബ്ക്യൂട്ടേനിയസ് കണ്ടു. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻസ്. പൊതുവേ സാധാരണ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസ് ആണ് കോമൺ ആയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് ഹ്യൂമൻസിൽ ഉണ്ടാകാറുള്ളത്. അത് ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസും. ചില സാഹചര്യങ്ങളിൽ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ഉണ്ടാകും. സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ഒന്നുകിൽ ഇപ്പം ഞാൻ പറയുന്നത് നേരത്തെ പറയുന്ന സബ്ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് ബോണിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, ബ്ലഡിൽ കലർന്നു, അങ്ങനെ സിസ്റ്റമിക് ആവാം. അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദി കേസസ് സംഭവിക്കുന്നത് ദി ഫസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ വിൽ ഓൾവേസ് ബി ലങ്സ്. പ്രൈമറി ഇൻഫെക്ഷൻസ് ആയിട്ട് ലങ് ഏരിയ. അത് ഇൻഹെയിൽ ചെയ്ത് ഫംഗൽ സ്പോർട്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് എയറിൽ ചില സാഹചര്യങ്ങളിൽ എയറിൽ ഉണ്ടാവാം. അത് നമ്മൾ സ്മെല്ല് ചെയ്ത് വരും. ചിലപ്പോൾ ഈ ബേർഡ്സിൻ്റെ ഫീക്കൽ മാറ്ററിൽ നിന്നൊക്കെ നമ്മൾ സ്മെല്ല് ചെയ്ത് വരും, അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ പ്രൈമറി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ലങ്സ് ആയി മാറും. പിന്നെ അവിടെ നിന്ന് മറ്റുള്ള ഓർഗൻസിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സ്പ്രെഡിങ്ങിനാണ് സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹിസ്റ്റോപ്ലാസ്മോസിസ്. ഇനി അടുത്തത് ഇതിൽ തന്നെ ഒരു ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ഫംഗൽ ഇൻഫെക്ഷനാണ്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എപ്പം മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഇത് കൂടുതലും ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുക. പിന്നെ നമുക്കറിയാം എയ്ഡ്സ് രോഗികളിലൊക്കെ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. ലൈക്ക് ആസ്പെർഗിലോസിസ്, കാൻഡിഡ ആൽബിക്കൻസ്, ഇങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് എല്ലാം ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെയാണ് ഓപ്പർച്യൂണിറ്റി ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 2 types ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ 2 types ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്.
based on its morphology, and second is based on the mode of infection, based on infection. അടുത്തത് ഫംഗസിനെ എങ്ങനെ നമുക്ക് ലബോറട്ടറി ഡയഗ്നോസിസ് ചെയ്യാം. കോമൺലി ഡയഗ്നോസിസ് ചെയ്യുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ, വിഷ്വൽ എക്സാമിനേഷൻ വഴി ആയിരിക്കും ഫസ്റ്റ് ലൈൻ ഓഫ് ഇത് എന്താ പറയുക ഡയഗ്നോസിസ് ചെയ്യുക. ആദ്യത്തെ ഫസ്റ്റ് പ്രൈമറിലി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ കൺഫേം ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു ഡു ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പം ഓരോ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് അതിൻ്റേതായ പാച്ചസും ക്യാരക്ടറൈസേഷൻ ഒക്കെ കാണിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പും ആ കാര്യങ്ങളൊക്കെ കണ്ടാണ് മനസ്സിലാക്കി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അതുകൂടാതെ കൺഫേം ചെയ്യാൻ വേണ്ടി, കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ സ്കിൻ പാച്ചസ് ഒക്കെ കാണും, വൈറ്റ് പാച്ചസ്, ക്യാരക്ടറൈസ്ഡ് ടിഷ്യൂസ് ഒക്കെ കാണും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫംഗൽ ഇൻഫെക്ഷനും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് ലബോറട്ടറി ഡയഗ്നോസിസ് ചെയ്യേണ്ടി വരും. സ്പെസിഫൈ ചെയ്യണം, ഇതാണ് ഇന്ന് കാറ്റഗറൈസ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടി ലബോറട്ടറി ഡയഗ്നോസ് ചെയ്യണം. അപ്പോൾ അതിൽ കോമൺലി യൂസ്ഡ് ടെക്നിക്ക്, അല്ലെങ്കിൽ സിംപിളസ്റ്റ് ഫോം ഓഫ് ടെക്നിക്ക് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിയാണ്. അപ്പം ഈ നമുക്ക് എല്ലാ ഫംഗസിനെ കുറിച്ചുള്ള മോർഫോളജിക്കൽ ഐഡിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ബഡ്ഡിങ് സ്റ്റേറ്റിൽ, ഫിലമെൻ്റ് സ്റ്റേറ്റിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അതിനെ കൾച്ചർ ചെയ്യുമ്പം അതിൻ്റെ കൾച്ചറൽ കോളനീസിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, അതിൻ്റെ കളർ ഫോർമേഷൻ, അതിൻ്റെ ടെക്സ്ചറൊക്കെ എങ്ങനെയായിരിക്കും നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ചാണ് ലബോറട്ടറി ഡയഗ്നോസിസും ചെയ്യുന്നത്. അപ്പം മൈക്രോസ്കോപ്പിയിൽ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യാറുണ്ട്. പൊതുവെ ഏറ്റവും കൂടുതൽ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്ന ബാക്ടീരിയസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ചില ഫംഗസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യാറുണ്ട്. അതുകൂടാതെ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഫംഗൈ ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് KOH വെറ്റ് മൗണ്ട്, അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെറ്റ് മൗണ്ട്, KOH മൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ആ ടെക്നിക്കിൽ what they do is that they take the scrapings of skin, nails, അല്ലെങ്കിൽ bits of hair, അതിൻ്റെ സ്ക്രേപ്പിങ്സ് എന്താ പറയുക, ലൈക്ക് സ്ക്രേപ്പിങ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതെടുത്തതിന് ശേഷം they will put it in a slide and they will add 10 to 20% of potassium hydroxide. സ്കിൻ സ്ക്രേപ്പിങ്സ് എടുത്ത് ആ സ്പെസിഫിക് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള സ്ഥലത്തുള്ള സ്കിൻ സ്ക്രേപ്പിങ്സോ നെയിൽ സ്ക്രേപ്പിങ്സോ എടുത്തിട്ട് അത് they will put in a slide and they will add potassium hydroxide 10 to 20%. And what happens is that it gets dissolved. നോർമൽ ഹ്യൂമൻ, അപ്പോൾ അതിൻ്റെ അത് ഈ സ്ക്രാപ്പിങ്സ് എടുക്കാൻ നേരത്ത് നോർമൽ ഹ്യൂമൻ സെല്ലും ഉണ്ട്, ഫംഗൽ സെല്ലും ഉണ്ട്. അപ്പോൾ നോർമൽ ഹ്യൂമൻ സെൽസ് ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്ത് കളയും, എന്നിട്ട് ഫംഗൽ സെൽസ് സർവൈവ് ചെയ്യും. എന്നിട്ട് വീണ്ടും അതിലേക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റെയിൻസ്. പ്ലസ് അതിനെ നമുക്ക് ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പ് വഴി കാണണമെങ്കിൽ ദേ വിൽ ഈവൻ ആഡ് കെമിക്കൽസ് ലൈക്ക് എന്താ പറയുക, കാൽക്കോഫ്ലവർ വൈറ്റ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറസെൻ്റ് ഡൈസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ദേ കീപ് ഇറ്റ് അണ്ടർ ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പ്, അങ്ങനെ വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ അതിനാണ് KOH മൗണ്ട് എന്ന് പറയുന്നത്. KOH മൗണ്ട് ഇസ് നത്തിങ് ബട്ട് after taking the scrapings from the site of fungal infection, they will add potassium hydroxide, and this potassium hydroxide will dissolve the normal human tissue, and the fungal only the fungal infection fungal cells will remain. Then they will keep this under the microscope, they will see what it is, and according to the morphological knowledge they will estimate what is the organism. അതാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് മൗണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് by doing culture. അപ്പം there are two kinds of cultures which are utilized to identify fungi. ഒന്ന് you call it as Sabouts glucose agar or Sabouts dextrose agar. രണ്ടാമത് കോൺ മീൽ അഗാർ. ഈ രണ്ട് അഗാറും സാധാരണ കൾച്ചർ ചെയ്യുന്ന നേരത്ത് അവിടെ രണ്ട്
റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലായിരിക്കും ഇത് കൾച്ചർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അതിൻ്റെ ഒരു ഡൈമോർഫിക് ഫോം എക്സിബിറ്റ് ചെയ്യുന്നത് 2 റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഒന്ന് 37°C, ഒന്ന് 22°C. ഇപ്പോൾ പാരലായിട്ട് കൾച്ചർ ചെയ്യാൻ നേരത്ത് ഈ 2 ടെമ്പറേച്ചർ ലെവലിൽ മുഴുവൻ കൾച്ചർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈസ്റ്റ് ഫോമിലാണെങ്കിൽ അത് ഈസ്റ്റ് ഫോം മനസ്സിലാക്കാൻ പറ്റും, ഫിലമെൻ്റസ് ഫോം ആണെങ്കിൽ ഫിലമെൻ്റസ് ഫോം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 22°C 37°C പാരലായിട്ട് അവർ കൾച്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ കോമൺലി യൂസ്ഡ് കൾച്ചർ അബോട്ട്സ്, ഗ്ലൂക്കോസ് അഗാർ ഓർ സബോട്ട്സ്, ഡെക്സ്ട്രോസ് അഗാർ അല്ലെങ്കിൽ കോൺ വീൽ അഗാർ, ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്.